ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ദൈവകരുണയുടെ അപ്പോസ്തോലയായി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഫൗസ്റ്റീന കോവാൽസ്കയെ സഭയുടെ ശ്രദ്ധേയമായ മിസ്റ്റിക്കായി ദൈവശാസ്ത്രജ്ഞർ പരിഗണിക്കുന്നു. പോളണ്ടിൽ ഗ്ലോഗോവിക് എന്ന ഗ്രാമത്തിൽ ഭക്തിയുള്ള നിർധന കർഷക കുടുംബത്തിൽ 10 മക്കളിൽ 3ാമത്തെ സന്താനമായ ഫൗസ്റ്റീന പൂജാതിയായി. ഷഫ്നീസ വാസ്കിയയിലെ ഇടവക ദേവാലയത്തിൽ വെച്ച് ഹെലൻ എന്ന പേരിൽ മാമോദിസ സ്വീകരിച്ചു. ചെറുപ്പം മുതൽ ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ഉത്സാഹത്തിലും അനുസരണയിലും അവൾ വളർന്നു. ദുരിതം അനുഭവിക്കുന്നവരോട് പ്രത്യേക ഹൃദയാർദ്രതയും അവൾ പ്രദർശിപ്പിച്ചിരുന്നു. 3 വർഷത്തെ സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം കോവാൽസ്ക കുടുംബത്തിന്റെ ദാരിദ്ര്യം മൂലം കുടുംബത്തെ സഹായിക്കുവാൻ 14ാമത്തെ വയസ്സിൽ ഹെലൻ അടുത്തുള്ള അലക്സാൻഡ്രോ വുഡ്ജ് എന്നീ പട്ടണങ്ങളിൽ വീട്ടുവേല ചെയ്തു. അവൾക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സന്യാസ ജീവിതത്തെ പുൽകുവാനുള്ള ആഗ്രഹം അവളിൽ ജനിച്ചു. പിന്നീട് ഈ ആഗ്രഹം അവൾ മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ മടത്തിച്ചേരുന്ന കാര്യത്തെ അവർ നിരുപാധികം എതിർത്തു. അതിനാൽ ഹെലൻ ഈ ദൈവിക ആഹ്വാനം തന്റെ ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് നീങ്ങി. പീഡിതനായ മിശിഹായുടെ ദർശനത്താലും എത്ര നാൾ ഞാൻ നിന്നെ സഹിക്കും, എത്ര നാൾ നീ എന്നെ മാറ്റി നിർത്തും എന്ന ശകാര വാക്കുകളാലും നിർബന്ധിതയായി അവൾ മടത്തിച്ചേരുവാൻ സ്ഥലം അന്വേഷിച്ചു തുടങ്ങി. പല മഠങ്ങളുടെ പടിവാതിക്കൽ മുട്ടിയെങ്കിലും ഒരിടത്തും അവളെ സ്വീകരിച്ചില്ല. അവസാനം 1925 ഓഗസ്റ്റ് 1-ാം തീയതി വാസോയിലെ ഷട്ന സ്ട്രീറ്റിൽ കരുണയുടെ മാതാവിന്റെ മിണ്ടാമഠത്തിലെത്തി. ഈ സഭാ പ്രവേശത്തെക്കുറിച്ച് അവളുടെ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തി: പറുദീസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുപോലെ എനിക്ക് തോന്നി. കൃതജ്ഞതയുടെ പ്രാർത്ഥന മാത്രം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയം ലഭിക്കുമെന്ന മറ്റൊരു സന്യാസ സഭയിലേക്ക് മാറണമെന്ന തീവ്രമായ ഒരു പ്രലോഭനം അവൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ പീഡനവും മുറിവുമേറ്റ തൻ തിരുമുഖം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് യേശു മിശിഹ അവളോട് പറഞ്ഞു: നീ ഈ മഠം വിടുകയാണെങ്കിൽ നീ മൂലം ഞാൻ ഈ വേദന സഹിക്കേണ്ടി വരും. ഇവിടേക്കാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്, മറ്റൊരിടത്തേക്കുമല്ല. നിനക്ക് വേണ്ടി അനവധി കൃപകൾ ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സിസ്റ്റർ മരിയ ഫൗസ്റ്റീന എന്ന പുതിയ പേര് സ്വീകരിച്ച് ഹെലൻ ആ സന്യാസ സമൂഹത്തിൽ അംഗമായി തീർന്നു. ക്രക്കോവിൽ നൊവിഷ്യേറ്റ് പൂർത്തിയാക്കി. ബിഷപ്പ് സ്റ്റാനിസ്ലോ റെസ്പോണ്ടിന്റെ സാന്നിധ്യത്തിൽ ആദ്യ സന്യാസ വ്രതം അനുഷ്ഠിച്ചു. 5 വർഷത്തിന് ശേഷം കന്യാത്വം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിത്യവ്രതാനുഷ്ഠാനം നടത്തി. ഈ സന്യാസ സമൂഹത്തിന്റെ പല മഠങ്ങളിലും സിസ്റ്റർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ കാലം ക്രക്കോവ്, പോട്സ്ക്, വിൽന്യൂസ് എന്നീ സ്ഥലങ്ങളിൽ കുശിനിക്കാരിയായും തോട്ടക്കാരിയായും വാതിൽ സൂക്ഷിപ്പുകാരിയായുമാണ് നിയമനം ലഭിച്ചത്. അവളുടെ അസാധാരണമായ മിസ്റ്റിക് ജീവിതത്തെപ്പറ്റി ആർക്കും മനസ്സിലാക്കുക സാധ്യമായിരുന്നില്ല. വളരെ ഉത്സാഹത്തോടെ അവൾ തന്റെ ചുമതലകൾ ചെയ്തു പോന്നിരുന്നു. അവളുടെ ജീവിതം ദൈവത്തോട് ഗാഢമായി ഐക്യപ്പെടുന്നതിനുള്ള നിരന്തര ശ്രമത്തിലും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി യേശുവിനോടൊത്ത് സ്വയം ബലിയാകുന്നതിലും കേന്ദ്രീകരിച്ചിരുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു വിശുദ്ധയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അതായത് നിന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ള ആത്മാക്കളുടെ സ്നേഹത്തിന് ഉപരിയായി നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അവൾ തൻ്റെ ഡയറിയിൽ വ്യക്തമാക്കിയിരുന്നു.